ഹേ ഗായ്സ് ഹാഷ് അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ ഫാൻ ഷോ കാണാൻ പോകുന്നത്. ഏത് സിനിമ? രാവണ പ്രഭു. അപ്പൊ ഗായ്സ് കുറച്ച് തിരക്കില്ല, എത്രയും പെട്ടെന്ന് തിരിക്കട്ടെ. ഓക്കെ, നമ്മൾ നല്ലോണം ലേറ്റ് ആയി, 7:10 എത്തണ്ടാ വേഗം വിടാം, എത്തിയിട്ട് വരാം ഗായ്സ്. ഓക്കെ, വിദഗ്ധമായി 10 മിനിറ്റുള്ളിൽ കാസർഗോഡ് മൂവി മാക്സ് തിയേറ്ററിനുള്ളിൽ എത്തിയിരിക്കുന്നത്. തിരക്കില്ലല്ലേ? തിരക്കുണ്ടാവില്ല, ഫാൻ ഷോ ആണ് ഗായ്സ്. നോക്കാം, നമുക്ക് ഉള്ളിൽ കയറട്ടെ. ഹായ്, നല്ല വ്യൂ ആണല്ലോ ഗൈസ്. അങ്ങനെ വിദൂരതയിലത്തെ മൻവിത് കേച്ചി അപ്പോൾ പോയി അവിടെ നിന്ന് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. കണ്ണട വരുന്നുണ്ട്. നമസ്കാരം ബ്ലോഗർ. കണ്ണട്ടം പറ്റാൻ നമുക്ക് കയറാന്നിട്ട് കണ്ണട്ടിന് ഇപ്പഴും കണ്ണട്ടിന് ദൂരത്തുണ്ട്. ഒരു 5 മിനിറ്റ് ബാക്ക് ഉണ്ട് കണ്ണട്ടെ. നമുക്ക് കയറാം. രണ്ടാള് പേരാണ്ട് ഒന്ന് ചേർന്ന കണ്ട വിൽമല്ലേ എന്നെ എന്തായാലും എന്നെ വിഷമിപ്പിച്ചു. ലാലിട്ടനല്ല, അതായത് നീലകണ്ഠ കാർത്തിക വരുമ്പോ കുറച്ച് നേരം ബാക്കി മറ്റേ മംഗലശ്ശേരി നീല ഗണ്ഡൻ ഇപ്പൊ ഫസ്റ്റ് വരും. താടി എടുത്തിട്ട് മീശ വരിച്ചെങ്കിൽ ലാലേട്ടനാണ്. ഏത് സീന് സങ്കടഭരിതരായിട്ട് 10 മിനിറ്റായി വെയിറ്റ് ചെയ്ത് കണ്ണാട്ടണ 4 മിനിറ്റ് ലേറ്റായി. 4 മിനിറ്റ് ലേറ്റായി കണ്ണാട്ടാ. ഇത് ഞാൻ ഒരിക്കലും പൊറക്കൂല. വരുമ്പോ ലേറ്റാണ്. കണ്ണാട്ടിന് സംഭവം എന്താ അറിയോ? ലേറ്റാകും, ലേറ്റസ്റ്റ് വരുമോ ലാലേട്ടനെ പോലെ സീനാണ് സീൻ. കണ്ണാട്ടൻ വാൾ പേപ്പർ കാണിച്ചു കൊടുക്കോ ലാലേട്ടനൊക്കെ ഉള്ളത്. ഓക്കെ, കർണാടൻ വരുന്നില്ലല്ലേ? വരുന്നില്ല. കണ്ണട്ടെത്തി, നമുക്ക് പോവാം. സ്റ്റെപ്പിലെ കൂടി അല്ല വരുന്നത്, ലിഫ്റ്റിലെ കൂടി. ഓക്കെ, ലെറ്റ്സ് മൂവ്. ഇതുപോലെ വഴിയിൽ പെട്ടുപോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായി ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയില് ചേരാമല്ലടാ. ഗൗണ്ടറെ ആ വണ്ടിക്കല്ല ഒരു സ്വാമി കാർത്തികേയനല്ല, അറിയാമേ കാർത്തികേയനൊക്കെ പണ്ട് കാർത്തിക മുതലാളിയല്ലേ മംഗലശ്ശേരി റോഡ് വൈസ്. കൂട്ടം കൂടിയപ്പോഴും ആയുധം കടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു പിടിച്ച് പാട്ടുപാടി മൃദംഗം വായിച്ചിരുന്നു. ആളെ തല്ലിക്കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്ന എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച് ഓൾഡ് ഫ്യൂഡൽ ലോ.
അങ്ങനെ ലാലേട്ടൻ്റെ ഒരു ടി വി ഒക്കെ കണ്ടിട്ട് ഞാൻ ബ്രേക്കിലെത്തി കഴിച്ചു. അടി ഇടി മയക്കം. ഇനി എന്താ? ഇനിയാണ് എന്ത് സവാരി ഗിരി. ഇനി ഒരു പാട്ട് കൂടി വരാണ്ട് അതും നമുക്ക് തുള്ളണം. ടീ ബ്രേക്ക്. ഓക്കെ ലാലേട്ടാ, ടീ ബ്രേക്ക്. ബൈ. വരാം. ലാലേട്ടന്റെ ടീ ബ്രേക്ക് പറഞ്ഞോട്ടൊരു ടീ ബ്രേക്ക്. കുടിക്കണ്ടേ അപ്പോ? ആ ചീസ്. ടീ ബ്രേക്ക്. ബൈ. ഇനി ഇത് പാട്ട് വരാനുള്ള അപ്പോ അതല്ലേ കഴിഞ്ഞത്. അത് വരുമ്പോ വരാം അതുണ്ടല്ലേ. അപ്പൊ അത് വരുമ്പോ വരാം. നമ്മൾ പോകട്ടെ. കറണ്ട് പോയി. അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ് ആണോ? ഇനി അലങ്കാര ദീപം ചാത്തും കണ്ണാടി. അങ്ങനെ കിഡ്നാപ്പ് പോയി ഡാൻസ് പോയല്ല. ഇനിയുണ്ട് വരാം. ഓക്കെ അതും കഴിഞ്ഞു അല്ല അപ്പൊ. അയ്യോ അടിപൊളി. പിന്നെ തിയേറ്ററിൽ കാണാൻ പറ്റിയ സന്തോഷം കൊണ്ട് കേട്ടോ. ആ കിട്ടിട്ട വിജയേട്ടാ നിങ്ങളെ 2 വാക്ക്. വിജയടം തുള്ളിക്കൊണ്ടല്ലോ വീടിന്റെ അല്ല ഏത് മൂഡ് പറയാനില്ല. വേറെ ലെവലിൽ പെടും. ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ. കിട്ടുന്നല്ലേ. ഓക്കെ അപ്പൊ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. അല്ല എക്സ്പീരിയൻസ് എങ്ങനെ? ഇതില്ലേ മിസ്സാക്കിയ ആൾക്കാർ മണ്ടന്മാർ. തിയേറ്റർ കാണാൻ പറ്റിയ അയ്യോ സീന് പടം. അപ്പൊ ഞാൻ ഇനി എന്തായാലും വീട്ടിലേക്ക് ഇരിക്കട്ടെ. പടമല്ല പട സീന് പണ്ടേ അതെ. പക്ഷെ ചെയ്തത് അടിപൊളി. നല്ല മഴ ഡാൻസും കോപ്പറേറ്റ് അടിച്ച് ചാവാതിരുന്നാ മതി എന്റെ വ്ളോഗ്. ഓ ഗൈസ് പവർ ബാങ്ക് താങ്ക് യു. ജീവ പുതിയ സ്പെക്സ് വെച്ച് എല്ലാരും അറിയണോ? ദീച്ചു സൈലന്റ്. ദീച്ചിന് വീട്ടിൽ പോയി തൂറാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും ഇനി വീട്ടിലേക്ക് ചലിക്കട്ടെ. കഴിക്കാൻ കഴിക്കാൻ ചാടിക്കാൻ വന്നു എന്നാ പോകുന്ന നോക്കാം. ഓക്കെ എത്തി നമ്മ ചായ കുടിക്കാൻ എത്തി. ഇത് ഉടഞ്ഞു പോയി. ഇത് കിട്ടിയോന്തോ കിട്ടി. ഓക്കെ ചായ കുടിക്കാൻ എത്തി. ജീവ് 2 മാങ്ങ എടുത്തിട്ടു. ജീവ് 2 മാങ്ങ എടുക്കുന്നതാണ്. ഇവനാണത് പറഞ്ഞത്. ഇത് എന്ത് കട്ടാക്കാൻ ഇടും. ഞാൻ കട്ടാക്കാൻ അണ്ടിയാണ് ചോദിച്ചത്. അതിന് തെറ്റുന്നുണ്ടല്ലോ. ലൈറ്റ് സപ്പോർട്ട് ലൈറ്റ്. അപ്പൊ ഗൈസ് എന്റെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ഇവിടെ ചേർത്തത് എന്തായാലും ഞങ്ങള് നല്ലോണം എൻജോയ് ചെയ്തു അല്ലേ. ഏത് മജല്ലേ. പിന്നെ അല്ല ഇനിയിപ്പോ ഞാൻ ഫുഡും കഴിച്ചു. കറണ്ടില്ല. ഫുഡും കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല. കറണ്ട് ഉള്ളതുകൊണ്ട് ഉറക്കം വരും. ആർക്കും പറ്റില്ല.
നോട്ട് ദ പോയിന്റ്. അപ്പോൾ ബൈ ഗൈസ്. ബൈ. ബൈ.